ഞങ്ങളെയൊക്കെ തോപ്പിച്ച് 15-ാം തീയതി ഓഗസ്റ്റ് 15-ാം തീയതി പ്രസിഡൻ്റായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഫ്ലാഗ് ഹോയ്സ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വെല്ലുവിളിച്ചത്. ഞങ്ങളാരും അവർക്കെതിരെ ഒരു അക്ഷരം പോലും ഞാൻ ഇന്നേരെ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. എന്നെ എന്തെല്ലാം പറഞ്ഞു, ഞാൻ ഗുണ്ടയാണെന്ന്, ഞാൻ കാട്ടുകള്ളനാണെന്ന്, കിം ജോങ് ഉങ് ആണെന്നാണ് എന്നെ വിളിച്ചത്, നോർത്ത് കൊറിയൻ ഡിക്റ്റേറ്റർ. ഞാൻ അധ്വാനിച്ച് ആ അസോസിയേഷന് വേണ്ടിയിട്ട് ഒത്തിരി പണിയെടുത്തിട്ടുള്ള ആളാണ്, ഉറക്കം കളഞ്ഞ്. രതി നിർവേദം എന്ന് പറഞ്ഞ് ശ്വേത അഭിനയിച്ച പടം പ്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ്. UA സർട്ടിഫിക്കറ്റ് ആയിരുന്നു. പണ്ട് ജയഭാരതി അഭിനയിച്ചപ്പോൾ അത് A സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അതിലും ഇതായിട്ട് UA സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സിനിമയിൽ അഭിനയിച്ചതിനാണ് ഏതോ ഒരുത്തൻ കൊണ്ടങ്ങ് കേസ് കൊടുക്കുക. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ സംഘടനയിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടന്ന് വീറും വാശിയുമേറിയ പോരാട്ടത്തിനൊടുവിൽ പുതിയ അംഗങ്ങൾ ചുമതലയേൽക്കുകയും ചെയ്തു. സ്ത്രീകളുടെ മുന്നേറ്റവും തലമുറ മാറ്റവുമെന്ന അഭിമാന നേട്ടം കൈവരിച്ചു. കലയും സാഹിത്യവും ഇഴചേരുന്ന മലയാള സിനിമയുടെ കഥാമേന്മയും കലാമൂല്യവും ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഇൻഡസ്ട്രിയെ നിലനിർത്താനായി അഹോരാത്രം കഠിനാധ്വാനം ചെയ്യുന്ന വലിയൊരു വിഭാഗം ഇവിടെയുണ്ട്. മലയാള സിനിമ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളും പ്രതിസന്ധിയും വെല്ലുവിളികളും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമ്പോഴാണ് ഇത്തരം സംഘടനകൾക്ക് പ്രസക്തിയേറുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു നടനും നിർമ്മാതാവുമായ ശ്രീ G. സുരേഷ് കുമാർ. സ്വാഗതം സർ. നമസ്കാരം. ഇപ്പോൾ എന്തായാലും നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പും അമ്മയുടെ തിരഞ്ഞെടുപ്പും ഒക്കെ കണ്ടു. അതിൽ ഈ പറഞ്ഞതുപോലെ അഭിമാനകരമായ നേട്ടം, സ്ത്രീകളുടെ വലിയൊരു മുന്നേറ്റവും ഒരു തലമുറ മാറ്റവും ഒക്കെ നമ്മൾ കണ്ടു. ഈ പ്രധാനമായും സംഘടനകളുടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഈ താരങ്ങളുടെ സംഘടനയായ അമ്മ, അത് തന്നെയാണ് എപ്പോഴും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത്. അത് സ്വാഭാവികമായും താരങ്ങളുടെ സംഘടന ആയതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അവിടെ ഈ ഒരു സ്ത്രീ ആദ്യമായി പ്രസിഡൻ്റായ ഒരു സ്ത്രീ വരുന്നു. മാത്രവുമല്ല മറ്റു ഭാരവാഹികളൊക്കെ തന്നെ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം അത് വലിയ രീതിയിൽ നമ്മൾ ചർച്ചയാവുകയും ചെയ്തു. ഈ സ്ത്രീകൾ ഈ തലപ്പത്തൊക്കെ വരുമ്പോൾ ഈ ഒരുപാട് വിഷയങ്ങൾ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തൊക്കെ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ആ സ്ത്രീകളുടെ ഒരു കടന്നുവരവിന് അങ്ങേപ്പോലൊരു മുതിർന്ന സിനിമ ഇൻഡസ്ട്രിയുമായി എത്രയോ വർഷം, പതിറ്റാണ്ടുകൾ നിന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങ് ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും നമ്മളെല്ലാം അത് സ്വാഗതം ചെയ്യാണ്. വന്നിരിക്കുന്ന ആരും മോശക്കാരൊന്നുമില്ലല്ലോ. അവർ സ്ത്രീകൾ വരണം, മുന്നോട്ട് വരണം, എല്ലായിടത്തും വരണം. ഇപ്പം അമ്മയിൽ ശ്വേതയായാലും കുക്കു ആയാലും അൻസിബ ആയാലും ലക്ഷ്മിപ്രിയ ആയാലും ഇവരൊക്കെ നല്ല മിടുക്കുകളായിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ മുന്നോട്ട് വന്നത് തന്നെ വലിയൊരു ചേഞ്ചാണ് ശരിക്കും. അമ്മയെ നയിച്ചുകൊണ്ടിരുന്നത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. മോഹൻലാലിനെയും ഇന്നസെൻറ്റിനെയും അങ്ങനെ ഒത്തിരി പേര്, MG സോമൻ മുതൽ തുടങ്ങി ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ടുണ്ട്, മധു സാറ്, അങ്ങനെ ബാലേന്ദ്ര മേനോൻ, അങ്ങനെ ഒത്തിരി പേര് നിന്ന് അമ്മയെ നയിച്ചുകൊണ്ടിരുന്നതാണ്. അവിടുന്ന് ഒരു മാറ്റം ഇവിടെ വന്നു. അവിടെ പ്രശ്നങ്ങളുണ്ടായത് തന്നെ സ്ത്രീകളിന് പ്രാതിനിധ്യം കുറവാണെന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ സ്ത്രീകൾ തന്നെ മുമ്പോട്ട് വന്നത് നല്ലൊരു കാര്യമാണ്. ഇവരൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണ്. അതിന് നമ്മൾ ഒരിക്കലും അത് ഒരു ന്യൂനതയായിട്ട് കാണരുത്. അത് വളരെ ഒരു വിപ്ലവകരമായ ഒരു മാറ്റമായിട്ട് നമ്മളത് കാണണം. നമ്മുടെ അസോസിയേഷനിൽ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ആദ്യമായിട്ടൊരു വനിത വന്നു. ഞങ്ങളുടെ അതായത് സോഫിയ പോൾ, ഞങ്ങളുടെ ഇതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഷർഗ സന്ദീപ്. ഷർഗ എന്ന് പറയുന്നത് PV ഗംഗാരൻ്റെ മകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരണം. നമുക്കൊരു അതായത് ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും അവരെ കൊണ്ടൊക്കെ ഇത് നയിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തന്നെ ഇപ്പോൾ ഒരു തലമുറ മാറ്റം എന്ന് നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ. തലമുറ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ രാകേഷാണ് ഇപ്പം പ്രസിഡൻ്റായിട്ട് വന്നത്, ലിസ്റ്റിൻ സ്റ്റീഫൻ സെക്രട്ടറി, പിന്നെ അത് കഴിഞ്ഞ് സുബൈർ ട്രഷറർ, സന്ദീപ് സെൻ, സോഫിയ പോളും ഒക്കെ വൈസ് പ്രസിഡന്റുമാരായിട്ട് വന്നു. അപ്പോൾ അത് എപ്പോഴും ആവശ്യമാണ്. തലമുറ മാറ്റം എന്നുള്ളത് ഒരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരികയാണ്. എല്ലാ പ്രാവശ്യവും ഞാനവിടെ ഒത്തിരി കൊല്ലം ഞാനവിടെ ഇരുന്നു. അപ്പം എല്ലാവരും വരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ബാക്കിയുള്ളവരെ മാറ്റുന്നത്. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. ഞാനൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് പ്രാവശ്യം നിന്നത്. എന്നുവെച്ചാൽ അവരെ ഉപദേശിക്കാനും കാര്യങ്ങൾ മുമ്പോട്ട് നയിക്കാനും ഒക്കെ ആൾക്കാർ വേണം, അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അതുകൊണ്ടാണ് ഞാൻ സിയാദ് അങ്ങനെ സീനിയറായിട്ടുള്ള ആൾക്കാരവിടെ ഉള്ളത്.
അപ്പോൾ ഈ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഒരു അസോസിയേഷൻ കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റേതായൊരു എക്സ്പീരിയൻസ് വേണം, ഒരു നല്ലൊരു എല്ലാ രീതിയിലും ഇപ്പം എല്ലാവരുമായിട്ട് ഇടപഴകാനും ഒക്കെ ഒരു ഇത് വേണം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ അവരൊക്കെ കയറി വരികയാണല്ലോ, അപ്പം നമ്മൾ അവിടെ നിന്ന് അവരെ നയിക്കുക എന്നുള്ളതാണ്, പിന്നിൽ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരണം. അതാണ് നമുക്കെപ്പോഴും ആവശ്യമുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലൂടെ 80 വയസ്സായവരും 90 വയസ്സായവരും ഒക്കെ രാഷ്ട്രീയത്തിലിരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്, ഞങ്ങളിപ്പോഴും അതിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ 25 കൊല്ലം കഴിഞ്ഞ് പടമെടുത്ത് ഞാൻ 25-28 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ അസോസിയേഷനിൽ തന്നെ വരുന്നത്, എന്തെങ്കിലും ഒരു ഭാരവാഹിയായിട്ട് വരുന്നത്. അപ്പം അതും 10-25 പടം എടുത്തതിന് ശേഷമാണ്. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറി വരണം, വലിയ സ്ഥാനങ്ങളിൽ വരണം എന്നൊക്കെയുള്ള ഒരു അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുള്ളവരുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ എപ്പോഴും അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഓണററി വർക്കാണത്. നമ്മൾ ഒത്തിരി സമയം അതിന് വേണ്ടിയിട്ട് ചിലവാക്കണം. അങ്ങനെയുള്ളവരെ ഇതിനായിട്ട് വരാൻ പാടുള്ളൂ. ഒത്തിരി സമയം ചിലവാക്കണം, സിനിമ എന്താണെന്ന് മനസ്സിലാക്കണം, അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം, സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ വളരെ നല്ലത്. അമ്മയുടെ തലപ്പത്ത് സ്ത്രീകൾ വന്ന സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ നമ്മൾ സംസാരിക്കുന്നു. അതൊരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. അത്തരം മാറ്റങ്ങൾ അനിവാര്യമാണ് നമ്മൾ പറയുമ്പോഴും. ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു തലപ്പത്ത് നടന്ന സമയത്ത് സാന്ദ്ര തോമസ് ഉയർത്തിയ വിവാദം അല്ലെങ്കിൽ അവർ ഉയർത്തിയ വിഷയം അത് ഗൗരവത്തോടുകൂടി പരിഹരിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ? സ്ത്രീകൾക്ക് ഒരു സ്ത്രീ എന്ന രീതിയിൽ സാന്ദ്ര തോമസ് ഉന്നയിച്ചൊരു വിഷയം, ഒരു പ്രൊഡ്യൂസർ, ഒരു വനിതാ പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവർക്ക് നേരിടേണ്ടി വന്ന വെറും കള്ളക്കേസ് കൊടുത്തിരിക്കുക. എല്ലാവരും ഞങ്ങളുടെ 4 പ്രൊഡ്യൂസർമാർക്കെതിരെ അവർ കള്ളക്കേസാണ് കൊടുത്തത്. അവർക്കെതിരെ ഒരു കാര്യവുമില്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പോട്ടെ, അത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്തോ നടന്നു എന്ന് പറഞ്ഞു. ഞാൻ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇല്ലായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നതിൽ എൻ്റെ പേരിലും കേസ് വന്നത് 10 പേരെയാണ്, ഇൻക്ലൂഡിങ് ഷർഗ സന്ദീപ് എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ പുറത്ത് കൂടെ കേസ് വന്നു. ആ കുട്ടിയും കോടതിയിൽ പോയി നിൽക്കേണ്ടി വന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രഗത്ഭനായിട്ടുള്ള പ്രൊഡ്യൂസറായിട്ടുള്ള പി വി ഗംഗാധരൻ്റെ മകളാണ് ആ കുട്ടി. ആ കുട്ടി എത്രയോ വർഷമായിട്ട് സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും വലിയ ഒരു പത്രമാധ്യമ രംഗത്തുനിന്ന് ഒരു കുടുംബത്തിൽ നിന്നൊക്കെ വന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി അവരെ കൊണ്ട് ജാമ്യം എടുക്കാനായിട്ട് കോടതിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തില്ല. അതൊക്കെ ഇന്ന് പോരായിരുന്നു. ഇന്നലെ പോലും ആ കുട്ടിയെ വളരെ മോശമായ ഫേസ്ബുക്കിൽ പറയാം. അങ്ങനെ രീതി ഒരാൾക്ക് ഇപ്പം ഞാനൊരു സ്ത്രീയാണെന്ന് പറഞ്ഞ് കാണുന്നവരെയൊക്കെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായൊരു നടപടിയാണ്. എല്ലാവരെയും ചെയ്യുന്നത് തെറ്റ്, ഞാൻ മാത്രം ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ അവരുടെ വാക്കിന് എന്ത് വിലയുണ്ടായിരുന്നു അസോസിയേഷനിൽ? അവർ വന്നിട്ട് ഞങ്ങളെയൊക്കെ തോപ്പിച്ച് 15-ാം തീയതി ഓഗസ്റ്റ് 15-ാം തീയതി പ്രസിഡൻ്റായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഫ്ലാഗ് ഹോയിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വെല്ലുവിളിച്ചത്. ഞങ്ങളാരും അവർക്കെതിരെ ഒരു അക്ഷരം പോലും ഞാൻ ഇന്നേരെ പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. വളരെ മോശം പ്രവണതയാണ്. ഇവിടെ ഇരുന്നിട്ട് എല്ലാവരെയും എന്നെ എന്തെല്ലാം പറഞ്ഞു, ഞാൻ ഗുണ്ടയാണെന്ന്, ഞാൻ കാട്ടുകള്ളനാണെന്ന്, കിം ജോങ് ഉങ് ആണെന്നാണ് എന്നെ വിളിച്ചത്. നോർത്ത് കൊറിയൻ ഡിക്റ്റേറ്റർ കിം ജോങ് ഉണ്ണാണ്. ഞാൻ വിചാരിക്കുന്നത് അവിടെ നോക്കും. ഞാൻ വിചാരിക്കുന്നതാണോ അസോസിയേഷൻ നടത്താൻ? ഞാൻ അധ്വാനിച്ച് ആ അസോസിയേഷന് വേണ്ടിയിട്ട് ഒത്തിരി പണിയെടുത്തിട്ടുള്ള ആളാണ്, ഉറക്കം കളഞ്ഞിട്ട്. അപ്പം ചുമ്മാ ഒരാളിരുന്നുകൊണ്ട് ചുമ്മാ എന്തെങ്കിലും വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്തെങ്കിലും തോന്നിയാസം വിളിച്ച് പറഞ്ഞാൽ അത് ശരിയല്ല. അത് വനിതയാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും അത് ശരിയല്ല. പിന്നെ വനിതയാണെന്നുള്ളൊരു ഇതവർക്ക് കൊടുത്തിട്ടുണ്ട്. അതും കടന്ന് അതിൻ്റെ അപ്പുറവും കയറി എല്ലാവരെയും എന്തും പറയാം എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞങ്ങളൊക്കെ മിണ്ടായിരിക്കണം. അത് നമ്മുടെ ഒരു സംസ്കാരം വെച്ചിട്ടാണ് നമ്മൾ മിണ്ടായിരുന്നത്. ഒരു അക്ഷരം പോലും നമ്മൾ തിരിച്ചു പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശമില്ല, പക്ഷേ ഇപ്പം ചോദിച്ചതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ അവർക്കെതിരെ ഒരു കാര്യം പോലും ഞാൻ പറയാനോ എനിക്ക് അതിന് താല്പര്യമില്ല. അങ്ങനെ ഒരു പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. വീണ്ടും ഒരു മത്സരരംഗത്ത് ഉണ്ടാകും ആയിക്കോട്ടെ. ഇപ്പം മത്സരരംഗത്തുണ്ടാകുന്ന ഇപ്പം 27-ാം തീയതി ഫിലിം ചേംബറിൻ്റെ ഇലക്ഷനാണ്. അവിടെ ഈ ഇതിൻ്റെ ഈ ഒരു ഘടനയെക്കുറിച്ച് ആളുകളെ തെറ്റിദ്ധരിക്കാൻ, നാട്ടുകാരെ തെറ്റിദ്ധരിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഞങ്ങൾ ഇൻഡസ്ട്രിക്കകത്തുള്ളവർക്കറിയാം ഈ ഒരു ഫിലിം ചേംബർ എന്താണ്, ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്താണ്, ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്താണ്. ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഫിലിം ചേംബർ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, എക്സിബിറ്റർ. അപ്പം ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുള്ള ആൾക്കാർ വേണം അവിടെ വരാൻ. ഈ ഇരിക്കുന്നവരും എന്നെ മാറി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവരൊക്കെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടും അഹോരാത്രം പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഈ പുതിയതായിട്ട് ആൾക്കാർ വന്ന് അവരൊക്കെ ആദ്യം കയറി വന്ന് ആദ്യമേ അങ്ങ് തലപ്പത്തല്ല കയറി. അത് മര്യാദക്കൊക്കെ വന്നിരുന്നെങ്കിൽ ഞങ്ങളും കൂടെ നിർത്തി കൊണ്ടുപോകായിരുന്നു.
അതല്ല സംസാരിക്കുന്ന രീതി ഇതല്ല. നിങ്ങൾ എടുത്തു നോക്കുക, ആ കുട്ടി സംസാരിക്കുന്ന എല്ലാ മാധ്യമങ്ങളിലും എല്ലാവരെയും വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വലിയ പാതകം നടക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. വളരെ മോശമായ രീതിയിലാണ് എല്ലാവരെയും കുറിച്ച് സംസാരിക്കുന്നത്. അതൊരു ശരിയായ കാര്യമല്ല. അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഒരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന നമ്മൾ കൊടുക്കുന്നത് പറയുമ്പോഴത്തേക്ക് ഒരു സ്ത്രീക്ക് എന്തും വിളിച്ച് പറയാമെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഞങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇത് ഒരു സ്ത്രീ ചീത്ത വിളിച്ചാൽ ഞങ്ങൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കണോ? അതാണോ ഇവിടുത്തെ നിയമം? നമ്മൾ എന്തൊരു കാടത്തരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്തൊക്കെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ഭാഷ ഉപയോഗിച്ച് സംസാരിച്ചാൽ ഇപ്പം എൻ്റെ ഗതി എന്തോ, എനിക്കെതിരെ കേസ് കൊടുക്കും. അപ്പം എനിക്ക് തിരിച്ചിങ്ങോട്ട് പറയുമ്പോൾ എനിക്കൊന്നും പറയാനും പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്കും അതിൻ്റേതായ രീതിയിലുള്ള വാശിയും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഞങ്ങളൊന്നും ഒരു കാര്യം ഞാൻ ഇതുവരെ ഒരു കാര്യവും ആ കുട്ടിക്കെതിരെ പറയാൻ പോയില്ല. നല്ല ജനറൽ ബോഡി നടന്നുകൊണ്ടിരുന്നപ്പോഴും അവരെക്കുറിച്ച് പറയാൻ പോയപ്പോൾ ഞാൻ നിർത്താൻ പറഞ്ഞു. ഇവിടെ നിന്ന് പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാതെന്നാണ് പറഞ്ഞത്. ഈ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് സുരേഷ് ഏട്ടാ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പോയി. എന്നുവെച്ചാൽ ഞാനൊന്നുമല്ല, ബാക്കിയുള്ളവരുടെ മുമ്പിൽ 3-4 പെണ്ണുങ്ങളെ ഉള്ളൂ അവിടെ ഞങ്ങളുടെ അസോസിയേഷനിൽ ഈ മെമ്പേഴ്സായിട്ട്. പെണ്ണുങ്ങൾ പ്രൊഡ്യൂസേഴ്സായിട്ട് ഒരു 5-6 പേര് കാണുമായിരിക്കും. അപ്പം അവരുടെ ഇടയിൽ വെച്ചിട്ട് വേറൊരാൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ തന്നെ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതെന്താണ്? പിന്നെ ഇപ്പം ഞാൻ സംസാരിക്കുന്ന നിവൃത്തിയില്ലാതെ ഇപ്പോൾ ചോദിച്ചതിന് ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്. ഞാൻ ആരുടെ മുമ്പിൽ, ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ, ഏത് മാധ്യമം വിളിച്ചാലും ഞാൻ വിളിച്ചാൽ എല്ലാവരും വന്നിരിക്കും. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കാനും ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയാൻ പോയിട്ടില്ല, ഞാൻ പറയത്തുമില്ല. എൻ്റെ സംസ്കാരം അത് സമ്മതിക്കത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞേ ഉള്ളൂ. ഞാൻ അവരെ ഒന്നും മോശക്കാരായിട്ട് സംസാരിക്കില്ല. അങ്ങനെ ഒരു സ്ത്രീയും പറയാൻ പാടില്ല. അന്ന് ഈ പർദ്ദയൊക്കെ ധരിച്ചു വന്ന സമയത്തൊക്കെ പറഞ്ഞത് അത്തരത്തിലൊരു മോശമായ രീതിയിലുള്ള അങ്ങനെ അവിടെ ഉണ്ടായിട്ടില്ല. ആ കേസിൻ്റെ ഇത് വരുമ്പോൾ അറിയാം. ആ കേസ് അതായത് അവരെ ഞങ്ങൾ പുറത്താക്കാൻ തീരുമാനിച്ചു. അച്ചടക്ക നടപടി എടുത്ത് പുറത്താക്കാൻ തീരുമാനിച്ചപ്പോഴാണ് അവർ കേസുമായിട്ട് പോയത്. കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോയത്. അവരെന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞു? ഒരു അസോസിയേഷനിൽ ഇരുന്നുകൊണ്ട് വിളിച്ച് പറയുന്ന രീതിയിലാണ്. ഞങ്ങൾ കേസ് കൊടുത്ത് ഞങ്ങളവരെ വെളിയിലാക്കിയതാണ്, പുറത്താക്കിയതാണ്. പിന്നെ കേസ് കൊടുത്തിട്ട് അവർ തൽക്കാലം കേസിൽ കോടതി പറഞ്ഞിട്ട് കയറിയിരിക്കുക. ഞങ്ങളതിന് അപ്പീൽ പോയിട്ടുണ്ട്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ആരും. കേസ് വെറും കള്ളക്കേസാണ്. ഒരു ഭാഗത്ത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരു സ്ത്രീയാണ് എന്ന് കരുതി അവർക്കെന്തും അതിനകത്ത് സ്ത്രീക്കുള്ളതുപോലെ അതേ അവകാശവും അതേ റൈറ്റും ഒക്കെ തന്നെ പുരുഷനുമുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിനകത്ത് ഒരു തർക്കത്തിൻ്റെ വിഷയം പോലുമില്ല. പക്ഷേ അതേസമയം നമ്മൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥലപ്പത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് വേറൊരു സ്ത്രീ, ഒരു വനിത നേരിടേണ്ടി വന്നൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ശ്വേതാ മേനോൻ മത്സരിക്കുന്ന രംഗത്ത് അവർക്കെതിരെ കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നു. എപ്പോഴോ അഭിനയിച്ച ഒരു സിനിമ, അതൊരു അശ്ലീലമായിരുന്നു. അങ്ങനെ ആ രീതിയിൽ അവർക്കെതിരെ മുമ്പെപ്പോഴും അഭിനയിച്ചതാണ്. സെൻസർ ബോർഡിന്റെ അംഗീകാരമൊക്കെ നേടിയ സിനിമ. ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ കേസ് കൊടുക്കാനും തുളയ്ക്കാനുമായിട്ട് ചില ആളുകൾ ഇറങ്ങിത്തിരിക്കും. നിരതി നിർവേദം എന്ന് പറഞ്ഞ് ശ്വേത അഭിനയിച്ച പടം പ്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ്. UA സർട്ടിഫിക്കറ്റ് ആയിരുന്നു. പണ്ട് ജയഭാരതി അഭിനയിച്ചപ്പോൾ അത് A സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അതിലും ഇതായിട്ട് UA സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സിനിമയിൽ അഭിനയിച്ചതിനാണ്. അത് ഏതെങ്കിലും ഒരു സൈറ്റിൽ അവരുടെ ഇത് കണ്ടെന്ന്. ഇവരുടെ ജോലി അതാണോ? ഏതോ ഒരുത്തൻ കൊണ്ടങ്ങ് കേസ് കൊടുക്കുക. അപ്പോൾ ജോലിയും കൂലിയും ഇല്ലാതെ കുറേ പേര് ഇങ്ങനെ നടപ്പുണ്ട് കേസ് കൊടുക്കാനായിട്ട്. അവർ കൊണ്ട് കേസ് കൊടുക്കും. അതവരെയൊക്കെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അവരൊക്കെ വളരെ നല്ല രീതിയിൽ കുടുംബത്തിൽ ആയിട്ട് മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നതാണ്. എന്തെല്ലാമാണ് മോശമായിട്ടാണ് ഓരോരുത്തർ അവർ ഇത് പറഞ്ഞതെന്നറിയോ? അവർക്ക് എന്തുമാത്രം സങ്കടം. ഞാൻ ശ്വേത വിളിക്കുമ്പോൾ ശ്വേത പൊട്ടിക്കരയായിരുന്നു എൻ്റെ അടുത്ത് ഫോണിൽ. നമ്മളൊക്കെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ട് കരയുന്നില്ല. അത്ര സങ്കടമാണ്. ഇവരൊക്കെ ഏത് ലോകത്താണെന്ന് ആലോചിച്ച് നോക്കണം. എവിടെന്നെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് വന്ന് ഇത് സെൻസർ ബോർഡ് ക്ലിയർ ചെയ്ത ഒരു സിനിമകളാണ് അവർ അഭിനയിച്ചിട്ടുള്ളത്. അല്ലാതെ സെൻസർ ചെയ്യാൻ അങ്ങനത്തെ ഒരു എക്സ്റേറ്റഡ് സിനിമയൊന്നും അല്ലല്ലോ അവർ അഭിനയിച്ചത്. അങ്ങനത്തെ സിനിമകൾ എത്രത്തോളം ഉണ്ട്. അവർക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കാത്ത എന്ത് വരും? മലയാള സിനിമയ്ക്ക് എന്തൊരു മോശം പേരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇവിടെ പണ്ട് കുറേ ആൾക്കാർ അഭിനയിച്ച് കുറേ വളരെ മോശം പേരാണ്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് തലപൊക്കി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ 7 അയലത്ത് പോലും ഇല്ലാത്ത സിനിമകളെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. ഏറ്റവും വലിയ പ്രഗത്ഭരായിട്ടുള്ള ഡയറക്ടർ ബ്ലസ്സിയും രഞ്ജിത്തും രാജീവ് കുമാറും ഒക്കെ ഡയറക്റ്റ് ചെയ്ത സിനിമകളെക്കുറിച്ചാണ് പറയുന്നത്. അവരൊക്കെ അങ്ങനത്തെ ഡയറക്ടേഴ്സാണ്. വളരെ മോശമാണ് ഇതുപോലെ. അവരെ
അതിൽ തകർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ ആരെങ്കിലും ചെയ്തായിരിക്കാം എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഞാൻ മാത്രം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു രീതിയിൽ ഇപ്പം ആർട്ടിസ്റ്റ് അവർ വളരെ സമ്പന്നരായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ കാശും വീട് പണയം വെച്ചും ഭാര്യയുടെ താലി വിറ്റും കൊണ്ടുവരുന്ന പ്രൊഡ്യൂസർ അധോഗതിയിലേക്ക് പോകുന്ന എത്ര പ്രൊഡ്യൂസർമാരെ എനിക്കറിയാമെന്നറിയാം. നമ്മുടെ മുമ്പിൽ ഒന്നിനും കരഞ്ഞ് പൊട്ടിക്കരയുന്നതായിട്ടുള്ള എത്രയോ പ്രൊഡ്യൂസർമാരുണ്ട്. അവരെ ഒന്നും ആരും കാണുന്നില്ല. എന്നുവെച്ചാൽ അവരുടെ ശബ്ദം വെളിയിൽ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ആ ശബ്ദമാവാനായിട്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. സ്വാഭാവികമായും അങ്ങയുടെ കുടുംബത്തിന് നേരെയായിരുന്നു ഈ ചോദ്യങ്ങളൊക്കെ. അത് ചോദിച്ചോട്ടെ, എനിക്കറിയാം. അവർക്കറിയില്ല എൻ്റെ മകൾ ഇവിടെ വന്നിട്ട് എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അവരവിടെ ചോദിക്കേണ്ട കാര്യമില്ല. ഇവിടെയുള്ള റിമ്യൂണറേഷനല്ല അപ്പുറത്തോട്ടുള്ളത്. ഇക്കൊല്ലം ഏകദേശം 140 സിനിമകളോളം ഇറങ്ങിക്കഴിഞ്ഞു. ഈ 140 സിനിമകളിൽ വളരെ കുറച്ച് പടങ്ങളാണ് ഏറ്റവും സൂപ്പർ ഹിറ്റായി പോയ തുടരും എന്ന് പറഞ്ഞ സിനിമ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ലെവലിലെത്തിയ ഒരു സിനിമയെ നമുക്ക് പറയാനൊക്കത്തില്ല. ഇനി ഏതെങ്കിലും സിനിമ വരണം. അപ്പോൾ അത്രത്തോളം പ്രശ്നങ്ങളിൽ നിൽക്കുക. അപ്പം ഇവിടെ നടന്നുകൊണ്ടിരുന്ന എന്തോ എല്ലാ പടങ്ങളും ഹിറ്റാണെന്ന് കാണിക്കുകയാണ് അവരൊക്കെ ചെയ്യുന്നത്. അവർ ഒരു പടവും ഒരാളുടെയും ഫ്ലോപ്പായിട്ട് കാണില്ല. എന്തുകൊണ്ട് ഇപ്പോൾ ഈയിടെ ആയിട്ട് 100 കോടി 500 കോടിയും ക്ലബ്ബ് വരാത്തത്?